പുണ്യകർമ്മം പരിശുദ്ധ ഇസ്ലാമിൻ്റെ 2 ഭാഗം സംരക്ഷിക്കാൻ പര്യാപ്തമായ ഒരു സ്വാലിഹായ അമലിനാണ് നാം സംഘടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന നൗഫൽ എന്ന സഹോദരൻ, അതുപോലെ പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റഹ്മത്തുള്ളാഹിയുടെ മകൾ റിനീഷ എന്നവരുടെയും നിക്കാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കുകയാണ്. ഈ ഇരു ദമ്പതികളെയും അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അവരുടെ ഇഹപര വിജയത്തിനും സന്തോഷകരമായ ആനന്ദകരമായ ദാമ്പത്യ ജീവിതത്തിനും ദുആ ചെയ്യുക എന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാം നാം അവർക്ക് നൽകുന്ന ഒരു വിവാഹ, അതുപോലെ വിവാഹത്തിന് നൽകുന്ന ഒരു സന്തോഷമാണ് നാം അവർക്ക് ദുആ ചെയ്യുക. ഇവിടെ നാം ഒരുമിച്ച് കൂടിയ പലരും വിവാഹിതരാണ്, മക്കളും പേരമക്കളും ഒക്കെ ഉള്ളവരാണ്. അതുപോലെ പലരും വിവാഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ പ്രത്യേകം നടത്താനുള്ളത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അടയാളങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു എന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് ലിതസ്കുനു ഇലൈഹ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞത്. മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നാം ഇണയായി സ്വീകരിക്കുന്ന ഒരു വധുവിനെ, ഒരു സഹോദരിയെ നമുക്ക് വേണ്ടി നമ്മിൽ നിന്ന് അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ അതിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മിൽ എന്തെല്ലാം സ്വഭാവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെല്ലാം നീ ഇണയായി തുണയായി സ്വീകരിക്കുന്ന സഹോദരിയിലും ഉണ്ടാകും എന്ന് നമ്മോട് ഉണർത്തുകയാണ്. അഥവാ നമുക്ക് ദേഷ്യമുണ്ടാവാറുണ്ട്, പുരുഷന് ദേഷ്യമുണ്ടാകുന്നുണ്ട്, അതേപോലെ സ്ത്രീക്കും ദേഷ്യമുണ്ടാവാം. പുരുഷന് സന്തോഷമുണ്ടാകുന്നുണ്ട്, അതുപോലെ സഹോദരിക്കും സന്തോഷമുണ്ടാവാം. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പല കാര്യങ്ങളും സന്തോഷമാവുന്നത് പോലെ നമ്മിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവുന്നോ അതൊക്കെ അവർക്കും സന്തോഷമായിരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മിൽ നിന്ന് എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോൾ അവൾ അത് ക്ഷമിക്കുന്നത് പോലെ അവളിൽ നിന്ന് എന്തെങ്കിലും അനിഷ്ടമായി നമുക്ക് തൃപ്തികളായി എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വലിയ പർവ്വതം പോലെ വലുതാക്കി കാണിച്ചത് പ്രശ്നമാക്കിയെടുക്കാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ഷമിച്ചു കൊടുക്കാൻ നാം പരസ്പരം ഒരു ശരീരത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട്
നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്തും പരിഹരിക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ നിന്ന് ഉണ്ടാവണമെന്നാണ്. നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങൾ ഇന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എന്തെല്ലാം സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുമോ, അതല്ലെങ്കിൽ സ്വഭാവത്തിൽ ദുർഗുണങ്ങൾ ഉണ്ടാവുമോ, അതെല്ലാം അവരിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരസ്പരം കാണണം, അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ ആയിരിക്കണം ഈ ദാമ്പത്തിക ജീവിതത്തിൽ എന്ന ഈ നൗക, ഈ കപ്പൽ നാം തുഴഞ്ഞ് സ്വർഗമാവുന്ന കരയിലേക്ക് അണയേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. പിന്നെ സഹോദരിമാരെ മനസ്സിലാക്കേണ്ടതാണ് ഈ തസ്കുനു ഇലൈഹ. പുരുഷൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ചെന്നടയുന്ന സമയത്ത് അതിന് ശാന്തിയും സമാധാനവുമാണ് അവരുടെ ഭാഗത്ത് നിന്ന് പുരുഷന് ലഭിക്കേണ്ടത് എന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരൻ സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് റിനീഷ എന്ന ആ സഹോദരിയെ. അതുപോലെ റിനീഷ എന്ന സഹോദരിക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ് നിങ്ങളെ. അങ്ങനെ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ കണക്കാക്കി സൃഷ്ടിച്ചതാണ് എന്ന ബോധ്യത്തോടു കൂടി പരസ്പരം പ്രയാസങ്ങളും അതുപോലെ പൊരുത്തക്കേടൊന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകാൻ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരാരും സഹായിക്കാനില്ലാത്ത ഒരു വേളയിൽ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൊണ്ടുവന്ന് കൊടുത്ത് ആ സമയത്തുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ആ ബേജാറ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്, നിങ്ങൾ ബേജാറാവേണ്ടതില്ല, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ് എന്നതുപോലെ സഹോദരിയും സഹോദരനുമൊക്കെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാവണം നിങ്ങൾ നയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വിവാഹിതരാവാൻ പോകുന്ന നൗഫലിനും റിനീഷയ്ക്കും എല്ലാവിധ ആശംസകളും ഈ മജ്‌ലിസിൽ കൂടിയ എല്ലാവരും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. രണ്ട് കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയും ഉപ്പമാരെയും ഉമ്മമാരെയും എല്ലാവരെയും ഞങ്ങൾ ഈ ദീനിയായ കാര്യം ഭംഗിയായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്കെല്ലാം അല്ലാഹു എല്ലാവിധ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഗ്രഹത്തിൽ പരിശുദ്ധമായ ഒരു കർമ്മത്തിന് വേണ്ടി നാം ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവേ ഞങ്ങളെ നിന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ബന്ധമിത്രാദികളെയും ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.